മാധ്യമ സ്വാതന്ത്ര്യം പോലെ പ്രധാനമാണ് മാധ്യമ ധാർമ്മികതയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കോൺഗ്രസ് ഉന്നയിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യവാദം പൊള്ളയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയവരാണ് കോൺഗ്രസ് എന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്താകെ മാധ്യമ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയത്. അടിയന്തരാവസ്ഥ കാലഘട്ടം മുഴുവൻ ദേശാഭിമാനി അവിടെ എഡിറ്റോറിയൽ കോളം പൂർണ്ണമായും ഒന്നും എഴുതാതെ ബ്ലാങ്കായിട്ട് നിർത്തുകയും അങ്ങനെയുള്ള പ്രതിഷേധം ഇവിടെ കേരളത്തിൽ കണ്ടതാണ്. അപ്പോൾ ഈ സെൻസർഷിപ്പ് ശക്തിയായിട്ട് നടപ്പിലാക്കിയ മന്ത്രി വി.സി. ശുക്ലയാണ്. അദ്ദേഹത്തിന് അന്ന് വിളിച്ചത് ഇന്ത്യൻ ഗീബൽസ് എന്നാണ്. അതാണ് കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള അവകാശവാദത്തിന്റെ ഒരു പൊള്ളയായ കാര്യം. നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനിക്ക് ജാമ്യമില്ല. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ച ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളി. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ജാമ്യ ഹർജിയിൽ ഉത്തരവ് പറഞ്ഞത്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ഹൈക്കോടതി ജാമ്യ ഹർജി ഇപ്പോൾ പരിഗണിച്ചത്. നടി നേരിട്ടത് ക്രൂരപീഡനമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. വിവിധ വിധിന്യായങ്ങൾ പ്രതിയുടെ അവകാശത്തെ അനുകൂലിക്കുന്നുണ്ടെന്നും കോടതി വിലയിരുത്തിയിരുന്നു. പ്രതിക്കെതിരെയുള്ള കുറ്റകൃത്യം ഗൌരവമേറിയതാണെന്നും പ്രഥമദൃഷ്ട്യാ ഇരയുടെ മൊഴിയും തെളിവുകളും പ്രതിക്കെതിരെയുള്ളതാണെന്നും ജാമ്യം നൽകരുതെന്നുമായിരുന്നു പ്രോസിക്യൂട്ടറുടെ പ്രധാന വാദം. കോഴിക്കോട്ടെ ആശുപത്രികളിൽ ഡോക്ടർമാർ സമരത്തിൽ. ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ കൂട്ടിരിപ്പുകാർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് IMAയുടെ പണിമുടക്ക്. ഡോക്ടർ OP ബഹിഷ്കരിച്ച് സമരത്തിനിറങ്ങിയതോടെ ആശുപത്രികളിലെത്തിയ രോഗികൾ വലഞ്ഞു. ഗർഭസ്ഥ ശിശു മരിച്ചതിന് പിന്നാലെ യുവതിക്ക് ചികിത്സ വൈകിയെന്നാരോപിച്ചാണ് ഫാത്തിമ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റിനെ ഒരു സംഘം മർദ്ദിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ രാവിലെ 6 മുതൽ OP ബഹിഷ്കരിച്ചതോടെ ആശുപത്രികളിലെത്തിയ രോഗികൾ ദുരിതത്തിലായി. ഞാൻ ഷോൾഡർ വേനായിട്ട് കാണിക്കാൻ വന്നതാണ്. അപ്പോൾ എന്താ ഇവിടെ പൂട്ടി കിടക്കണേ, അപ്പോൾ എന്താന്ന് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോഴാണ് എനിക്കിത് ഇന്ന് സമരമാണെന്നുള്ളത് മനസ്സിലായത്. പനി പിടിച്ചിട്ട് അങ്ങോട്ട് എത്തിക്കണം, മനസ്സിലായില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? ഇവിടെ വന്നപ്പോഴാണ് വിവരം അറിയുന്നത്. പക്ഷേ ഡോക്ടർമാർ പ്രതികരിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ രോഗികളെങ്ങനെ വലച്ചും കൊണ്ട് പ്രതികരിക്കുക എന്നാണ് അതൊരു ശരിയല്ല. ആശുപത്രിയിൽ അക്രമം നടത്തിയ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട IMA സമരസമിതി കിഡ്സൺ കോർണറിൽ മാർച്ചും ധർണയും നടത്തി. സമരക്കാർ വൈക്കം മുഹമ്മദ് ബഷീർ റോഡ് ഉപരോധിച്ചു. ആശുപത്രി ആക്രമണങ്ങൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ആഴ്ചയിൽ ഒന്ന് വെച്ച്, അതായത് മാസത്തിൽ ഏതാണ്ട് 4-5 കണക്കിന് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് 200-ലേറെ ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇത് കേരളത്തിന് ഒരിക്കലും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. കേരളത്തിലെ പൊതുസമൂഹം ഈ കാര്യത്തിൽ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു സമയമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ ആശുപത്രി സംരക്ഷണ നിയമം അമെന്റ്മെന്റ് നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള നടപടികൾ കൂടുതൽ ശക്തിയായിട്ട് കൂടുതൽ വേഗത്തിൽ നടത്തണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു. ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ പോലീസിൽ കീഴടങ്ങിയിരുന്നു. 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 കോഴിക്കോട്. അതേസമയം ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിനായി നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യും. ഇക്കാര്യം സർക്കാർ നേരത്തെ തീരുമാനിച്ചതാണെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ SDPI ബന്ധത്തിൽ പ്രതിഷേധിച്ച് രാജിവെച്ച പ്രവർത്തകരെ അനുനയിപ്പിച്ച് നേതൃത്വം. സജി ചെറിയാന്റെ നിർദ്ദേശാനുസരണം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി. ജനകീയ പ്രതിരോധ ജാഥയുടെ ജില്ലയിലെ പര്യടനം കഴിയുന്നതുവരെ സംയമനം പാലിക്കണമെന്ന പാർട്ടി നിർദ്ദേശം തൽക്കാലം അംഗീകരിക്കാനാണ് പ്രവർത്തകരുടെ തീരുമാനം. ന്യൂസ് 18 ഫോളോ അപ്പ്. SDPI ബന്ധത്തെ തുടർന്ന് പൊട്ടിത്തെറിയുണ്ടായ ചെങ്ങന്നൂർ CPMലെ ചെറിയനാട് സൌത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തകരുമായാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MH റഷീദ്, R രാജേഷ് എന്നിവർ കൂടിക്കാഴ്ച നടത്തിയത്. പ്രവർത്തകരുടെ ആരോപണങ്ങൾ ആദ്യം മുഖവിലക്കെടുക്കാതിരുന്ന അംഗങ്ങൾ പരാതി ഒന്നൊന്നായി അക്കമിട്ട് നിരത്തിയപ്പോൾ കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാവുകയായിരുന്നു. ഈ മാസം 12, 13 തീയതികളിലായാണ് ജനകീയ പ്രതിരോധ ജാഥ ജില്ലയിൽ പര്യടനം നടത്തുക. അതുവരെ വിവാദങ്ങൾക്ക് ഇടനൽകരുതെന്നാണ് നിർദ്ദേശം. 14-ന് ശേഷം ജില്ലാ സെക്രട്ടറി R നാസറിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നപരിഹാരത്തിന് ചെങ്ങന്നൂരിൽ യോഗം ചേരും. ആരോപണ വിധേയനായ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദിനെതിരെ നടപടിയെടുത്താൽ ന്യൂനപക്ഷ വിഭാഗത്തിനിടയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് ചെങ്ങന്നൂരിലെ പാർട്ടി നേതൃത്വത്തിനുള്ളത്.
വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോയാൽ കൂടുതൽ കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുമെന്ന സൂചന പ്രതിഷേധക്കാർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നേതൃത്വത്തോട് മറച്ചുവെച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി SDPI നേതാവുമായി പരസ്യ ബിസിനസ് പങ്കാളിത്തം നടത്തുകയും വർഗീയതയ്ക്കെതിരായ ക്യാമ്പയിനുകൾ കമ്മിറ്റിക്ക് കീഴിൽ സംഘടിപ്പിക്കാതെ വന്നതോടെയുമാണ് പാർട്ടിയിൽ അസംതൃപ്തി ഉടലെടുത്തത്. ഏരിയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകി മാസങ്ങളായിട്ടും SDPI ബന്ധം തുടർന്നതോടെയാണ് ചെങ്ങന്നൂരിൽ വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹികളടക്കം ജില്ലാ നേതൃത്വത്തിന് രാജി നൽകിയത്. പ്രവർത്തകർ ഉന്നയിച്ച ഗൌരവകരമായ വിഷയം ചെങ്ങന്നൂരിലെ പാർട്ടി നേതൃത്വം നേരത്തെ പരിശോധിക്കാൻ തയ്യാറാകുമായിരുന്നുവെങ്കിൽ വർഗശത്രുക്കളുടെ പേരിലുള്ള അംഗങ്ങളുടെ ഈ കൊഴിഞ്ഞുപോക്ക് CPM-ന് അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പിണറായിസത്തിൽ അസ്വസ്ഥരായാണ് യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ CPM വിടുന്നതെന്ന് കെ മുരളീധരൻ. കുട്ടനാട്ടിലും ചെറിയനാടുമൊക്കെ അതാണ് സംഭവിക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. കുട്ടനാട്ടിലും ഉണ്ട് CPM-ലെ രാജി. അതിപ്പോൾ തൽക്കാലത്തേക്ക് അടക്കി നിർത്തിയിരിക്കുക. പിണറായിസത്തിലേക്കുള്ള ഈ പ്രയാണത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ദുഃഖിതരാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇന്നത്തെ ഈ പിണറായിൻ്റെ വഴിവഴച്ച പോക്കിൽ ദുഃഖിതരാണ്. ഇപ്പോൾ എന്താണ് കണ്ടില്ലേ, ത്രിപുരയിലും ബംഗാളിലൊക്കെ പാർട്ടി ഇല്ലാതായത് എന്തുകൊണ്ടാണ്? അവിടെ ജനങ്ങളെ മറന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് പാർട്ടി 2 സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായിട്ടും വാഷ് ഔട്ട് ചെയ്തു പോയത്. അത് കേരളത്തിലും വേണോ? അത് തീരുമാനിക്കുന്നത് പിണറായിയാണ്. കോൺഗ്രസ് പുനഃസംഘടന സംബന്ധിച്ച് ആശയവിനിമയത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായും കെ മുരളീധരൻ പറഞ്ഞു. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം. രാഷ്ട്രീയകാര്യ സമിതി ചേരണമെന്നും മുരളീധരൻ ആവർത്തിച്ചു. കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പുനഃസംഘടന സംബന്ധിച്ച് ചില തർക്കങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി രാഷ്ട്രീയകാര്യ സമിതി വിളിച്ച് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം. അത് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളെ ശരിക്കും കേരളത്തിലുള്ളൂ. അത് രാഷ്ട്രീയകാര്യ സമിതി വിളിച്ച് എല്ലാത്തിനും നോംസ് ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ കോൺഗ്രസിൽ മറ്റ് പ്രശ്നങ്ങളില്ല. KSRTC-യിൽ ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് തൊഴിലാളി സംഘടനകൾ. തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CITU. ഗതാഗത മന്ത്രി CITU നേതാക്കളുടെ ചർച്ച അല്പസമയത്തിനകം നടക്കും. നേരത്തെ പ്രഖ്യാപിച്ച ചീഫ് ഓഫീസ് ഉപരോധം ചർച്ച കണക്കിലെടുത്ത് CITU പിൻവലിച്ചു. ഇന്നത്തെ മന്ത്രിയുടെ യോഗം ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി പരിഹാരമാകുന്നില്ല എങ്കിൽ 14-ാം തീയതി ഭാരവാഹി യോഗവും 15-ാം തീയതി ജനറൽ കൗൺസിൽ യോഗവും ചേരുന്നുണ്ട്. ആ യോഗങ്ങളിൽ വെച്ച് ഭാവി സമരത്തെ സംബന്ധിച്ച് മറ്റ് ലീഡർഷിപ്പും ഒക്കെ ആയിട്ട് ആലോചിച്ച് വേണ്ട തീരുമാനം എടുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത പണിമുടക്കിന് പിന്തുണ തേടി കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ TDF CITU-വിനും BMS-നും കത്ത് നൽകി. BMS-ന്റെ നേതൃത്വത്തിൽ തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേരള മഹാരാജ്യം വാഴും പിണറായി മഹാരാജാവും KSRTC-യെ ഭരിച്ചു തുലച്ച ആസ്ഥാന മന്ത്രിയും ചേർന്ന് ഇറക്കിയ അരക്കൂലി ഉത്തരവ് KSRTC-യിൽ ഞങ്ങളുടെ ദൂർത്തും കെടുകാര്യസ്ഥതയും അഴിമതിയും കൈയിട്ടുമാറലും കൊണ്ടുണ്ടായിട്ടുള്ള കോടികളുടെ ബാധ്യതയുടെ നന്ദകുമാർ ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. നന്ദകുമാർ, ഉപരോധ സമരത്തിൽ നിന്ന് ചർച്ചയുടെ സാഹചര്യത്തിൽ പിന്മാറിയെങ്കിലും നിലപാടിൽ മാറ്റമില്ല. CITU-വിന് തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. മാത്രവുമല്ല, തൊഴിലാളി സംഘടനകൾ സംയുക്തമായി സമരത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എന്താണ് സാഹചര്യം? ഈ ചർച്ചയിൽ എന്തെങ്കിലും പ്രശ്നപരിഹാര നീക്കങ്ങൾ പ്രതീക്ഷിക്കണമോ? എന്തായാലും ഒരു അനുനയ ചർച്ചയിലേക്ക് തന്നെയാണ് ഇപ്പോൾ സർക്കാർ നീങ്ങിയിരിക്കുന്നത്. ഗതാഗത മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് CITU നേതാക്കളെ വിളിച്ചിരിക്കുന്നത്. നിയമസഭയിൽ മന്ത്രിയുടെ ഹാളിൽ വെച്ച് ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷമായിരിക്കും ഈ ഒരു ചർച്ച നടത്തുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം നേരത്തെ രാവിലെ 10:30-നും അതിനുശേഷം 12:30-ക്കും ചർച്ച ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ സഭയിൽ മന്ത്രി ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ചർച്ച വീണ്ടും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും സംയുക്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഒന്നടങ്കം നീങ്ങുന്നത്.
പ്രത്യേകിച്ച് ഇത്തരത്തിൽ യൂണിയനുകളെ അംഗീകരിക്കാതെ CMD ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ അത് യൂണിയനുകളെ അറിയിക്കാതെ യൂണിയനുകളുടെ എതിർപ്പ് മറികടന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അത് യൂണിയനുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് യൂണിയനുകൾ ഇപ്പോൾ ഒരു സംയുക്ത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. BMS-ഉം TDF-ഉം ഇതാവശ്യപ്പെട്ട് CITU-വിന് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും CITU എന്തായാലും കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലൊരു അനുനയ ചർച്ചയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. KSRTC-യിലെ പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചയായിരിക്കും ഇതെന്നും CITU-വിനെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുമെന്നും അതിലൂടെ മറ്റ് സംഘടനകളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ കണക്കുകൂട്ടുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CITU ഇപ്പോൾ ചർച്ചയ്ക്ക് ഇപ്പോൾ മുതിരുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഗതാഗത മന്ത്രി ആന്റണി രാജു എന്തായാലും ഈ ഒരു വിഷയം KSRTC-യുടെ സാമ്പത്തിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ KSRTC-യുടെ ഒരു പരിഷ്കാരങ്ങൾ അത് KSRTC-ക്കും ജീവനക്കാർക്കും നല്ലതിനാണ് എന്നും പറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു ഈ ഒരു ചർച്ചയിൽ ഉന്നയിക്കുകയും ചെയ്യും. പക്ഷേ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ഈ ഒരു സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് CITU-വിന്റെ നിലപാട്. CITU ഇതുവരെയും ഒരു പണിമുടക്കിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഉപരോധ സമരം ഇന്ന് നടത്തുവാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഗതാഗത മന്ത്രി ആന്റണി രാജു ചർച്ചയ്ക്ക് വിളിച്ച സാഹചര്യത്തിലാണ് ആ ഒരു ഉപരോധ സമരം മാറ്റി പ്രതിഷേധ സമരത്തിലേക്ക് CITU നീങ്ങുകയും ചെയ്തത്. എന്തായാലും പ്രതിഷേധ സമരം ഇപ്പോഴും CITU ചീഫ് ഓഫീസിന് മുന്നിൽ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഗതാഗത മന്ത്രി ആന്റണി രാജുവുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും CITU അവരുടെ സമര പരിപാടികൾ തീരുമാനിക്കുക. ഏതായാലും കഴിഞ്ഞ ദിവസം ശമ്പളം ഗഡുക്കളായി നൽകിയ തീരുമാനത്തിൽ വലിയൊരു രോക്ഷം അത് ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് ഒന്നടങ്കമുണ്ട്. കാരണം ഇത്തരത്തിലൊരു തീരുമാനം വന്ന സമയം മുതൽ ഈ 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇത്തരത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. പക്ഷേ എന്നിട്ട് കൂടി അത് വകവയ്ക്കാതെ മാനേജ്മെന്റ് അതുമായി മുന്നോട്ട് പോവുകയായിരുന്നു. മാനേജ്മെന്റ് നിലപാട് പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്, മറ്റ് നിവർത്തികളില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ നൽകാൻ തയ്യാറായത്. ഒരു കാര്യം കൂടിയുണ്ട്, ഇത്തരത്തിൽ മറ്റ് സാധാരണ ജീവനക്കാർക്ക് ഇത്തരത്തിൽ ശമ്പളം നൽകുന്നതിന് വലിയ തോതിൽ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് വാസ്തവം. ശരി, സമരരംഗത്ത് ഒരുമിച്ച് നീങ്ങാൻ യൂണിയനുകൾ തയ്യാറെടുക്കുമ്പോൾ CITU-യുമായുള്ള ഗതാഗത മന്ത്രിയുടെ ചർച്ച അല്പസമയത്തിനകം നടക്കും. പ്രശ്നപരിഹാര നീക്കങ്ങളാണ് സർക്കാർ തേടുന്നത്. നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ ഇന്ന് ഉച്ചയ്ക്ക് 2-നാണ് മകം തൊഴലിനായി നട തുറക്കുക. ആയിരങ്ങൾ ദർശനത്തിനെത്തുമെന്ന കണക്കുകൂട്ടലിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 1.5 ലക്ഷം ഭക്തർ ഇന്ന് ദർശനത്തിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യൂ നിൽക്കുന്ന മുഴുവൻ ഭക്തർക്കും ദർശനത്തിന് അവസരം നൽകുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ ന്യൂസ് 18നോട് പറഞ്ഞു. സുവി വിശ്വനാഥനുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. സുവി, നട തുറക്കാനിരിക്കുകയാണ്. 10,000ങ്ങൾ അങ്ങോട്ടേക്ക് ദർശനത്തിനായി എത്തുന്നു. എന്തൊക്കെയാണ് ഒരുക്കങ്ങളും അവിടുത്തെ സജ്ജീകരണങ്ങളും? ചരിത്രപ്രസിദ്ധമായ മകം തൊഴൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നടക്കുക. അതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ ഒരുക്കങ്ങൾക്ക് വേണ്ടി മകം തൊഴലിനുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി നട അടച്ചിരിക്കുകയാണ്. നട തുറക്കുമ്പോൾ മകം തൊഴലിന് വേണ്ടിയുള്ള ദർശനം നൽകും. 2 മണിക്കാണ് നട തുറക്കുക. അപ്പോൾ സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ചോറ്റാനിക്കര ദേവി ഭക്തർക്ക് മുമ്പിൽ എത്തുക. പട്ടുടയാടിയും താമരമാലയും അണിഞ്ഞുകൊണ്ടുള്ള ദേവിയെ ദർശിക്കാനായി നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിന് പുറത്ത് കാത്തു നിൽക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ മകം തൊഴൽ പുണ്യത്തിന് വേണ്ടി നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ പന്തലിൽ ക്യൂ നിൽക്കുന്നുണ്ട്. ഈ ഭക്തർക്ക് വലിയ തോതിലുള്ള ഒരു സൗകര്യവും ക്രമീകരണവുമാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. തണലൊരുക്കിയിട്ടുണ്ട്, പന്തലൊരുക്കിയിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്, സ്നാക്സ് വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് നാഗസ്വരമാണ്. ചോറ്റാനിക്കര മുരളീധര മാരാരുടെ പ്രമാണിത്വത്തിൽ പാണ്ടിമേളത്തിന് ശേഷമാണ് ഇപ്പോൾ നാഗസ്വരം നടക്കുന്നത്. ഈ നാഗസ്വരത്തിനും ശേഷം ഇപ്പോൾ ഭഗവതിക്ക് അലങ്കാരങ്ങൾ അർപ്പിക്കുകയാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് മകം തൊഴലിന് വേണ്ടി മകം തൊഴാനുള്ള അവസരം ഉണ്ടാവുക. മകം തൊഴലിന് വേണ്ടി 2 മണിക്കാണ് നട തുറക്കുക. ആ നട രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കും എന്നാണ് പറയുന്നത്. അതിന് ഈ 10 മണിക്ക് ശേഷവും ഭക്തർ
കാണാനുണ്ടെങ്കിൽ ആ മുഴുവൻ ഭക്തർക്കും കാണാനുള്ള അവസരം ഒരുക്കും എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. വില്വമംഗലം സ്വാമിയാർക്ക് ദേവി ചോറ്റാനിക്കര ഭഗവതി ദർശനം നൽകി അനുഗ്രഹം നൽകിയതിന്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് മകം തൊഴൽ എത്തിയത്. കുംഭമാസത്തിലെ മകം നാൾ ചോറ്റാനിക്കര ദേവിയെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകളുള്ളതാണ്. ഈ മകം തൊഴൽ ദിവസം ആ സമയത്ത് ദേവി വലത് കൈകൊണ്ടാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നത്. ഏതായാലും ഇന്ന് മകം തൊഴലിന് വേണ്ടി എത്തുന്ന ഭക്തർക്ക് സർവ്വ അഭീഷ്ട കാര്യങ്ങൾ സിദ്ധിക്കും, ദുരിത നിവാരണം ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് നിരവധി പേർ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഏതായാലും 1.5 ലക്ഷത്തോളം ആളുകൾ ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് ഒരു പ്രതീക്ഷയുള്ളത്. അതിനുവേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ട്. 2 മണിയോടുകൂടിയാണ് മകം തൊഴലിന് വേണ്ടി നട തുറക്കുക. ശരി, ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ് ചോറ്റാനിക്കരയിൽ. 2 മണിക്ക് നട തുറക്കും, മകം തൊഴൽ ആരംഭിക്കും. സുവി വിശ്വനാഥാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. പൊങ്കാലയ്ക്കൊരുങ്ങി ആറ്റുകാൽ. ഭക്തിസാന്ദ്രമായി അനന്തപുരി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രമാണ് ഇനി. ആയിരക്കണക്കിന് ഭക്തർ പൊങ്കാലയിടാൻ തലസ്ഥാനത്തേക്കെത്തി. പൊങ്കാലയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വലിയ ഭക്തജന തിരക്കാണ് ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നമുക്ക് കാണാനാകുന്നത്. ഒരുപക്ഷെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന തിരക്കുകൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. രാവിലെ മുതൽ ഉള്ള ഒരു തിരക്ക് അതിപ്പോഴും തുടരുകയാണ്. ഓരോ മണിക്കൂറിലും കൂടുതൽ ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് പല ജില്ലകളിൽ നിന്നായി എത്തുന്നുണ്ട്. നാളത്തെ പൊങ്കാലയ്ക്കായി ഇന്ന് തന്നെ അനന്തപുരിയുടെ തെരുവീഥികളിൽ അവർ ഇടം പിടിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. 2 നടപ്പന്തലും നിറഞ്ഞു കവിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. ചൂടുണ്ട്, കാലാവസ്ഥ വളരെ മോശമാണ്, അതായത് ഉയർന്ന താപനിലയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് കൂടിയാകുമ്പോൾ അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2 നടപ്പന്തലിൽ നിന്ന് ക്യൂ ഘട്ടം ഘട്ടമായി കടത്തിവിട്ട് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർക്ക് വേണ്ട, നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട ഭക്ഷണവും ശുദ്ധജലവും അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരെ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞ് വലിയ തിരക്കുണ്ട്. ഈ മണിക്കൂറുകൾ കാത്തു നിന്നാണ് ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കാണുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്ന പൊങ്കാലയായതുകൊണ്ട് വിപുലമായ സജ്ജീകരണങ്ങളുണ്ട്. ഒപ്പം കലാപരിപാടികളുണ്ട് വിവിധ വേദികളിൽ. അങ്ങനെ എല്ലാ വിധത്തിലും അനന്തപുരി ഉത്സവ ലഹരിയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ആറ്റുകാൽ ക്ഷേത്ര നടയും ഭക്തിസാന്ദ്രം തന്നെയാണ്. ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പട്ടാമ്പി നേർച്ചയ്ക്കിടെ കൂട്ടത്തല്ല്. 2 ആഘോഷ കമ്മിറ്റികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസ് എടുത്തു. വാർത്തകൾ തുടരുന്നു. സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും അത് തീരുമാനമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ UDF കേരളത്തിലുള്ളിടത്തോളം കാലം പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. ഒരു സംശയമില്ല, കേരളയിൽ മുമ്പോട്ട് പോകുന്ന തന്നെയാണ്. കേരളയിൽ എന്ന് പറയുന്നത് ഒരു 50 കൊല്ലക്കാലത്തിന്റെ അപ്പുറത്തുള്ള കേരളത്തിന്റെ വളർച്ചയെ മുൻകൂട്ടി കണ്ടുള്ള പദ്ധതിയാണ്. കേരളത്തിൽ UDF ഉള്ളിടത്തോളം കാലം അനങ്ങാൻ പറ്റില്ല. ഒരു തെരി ഭൂമിയിൽ ഇവർക്ക് റെയിലിടാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം അത് വെല്ലുവിളിയാണെങ്കിൽ വെല്ലുവിളി, ആ വെല്ലുവിളി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കാൻ ഗവർണർ ശ്രമിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മലയാളം സർവകലാശാല VC നിയമന പട്ടിക ഗവർണർ അംഗീകരിക്കുന്നില്ല. 3 സർവകലാശാലകളിൽ VC ഇല്ലാത്ത സ്ഥിതിയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം ഊട്ടിയുറപ്പിക്കാൻ ശ്രമമെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. മലയാളം സർവകലാശാല VC നിയമത്തിന് 3 പേരുടെ പട്ടിക ഗവർണർക്ക് സമർപ്പിച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കാത്ത നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നത്. ഗവർണർ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായിട്ട് അവകാശമില്ല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ അങ്കലാപ്പ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും
നമ്മൾ കണ്ട കേരളത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേകതയോട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയും അത് കേരളത്തിൽ അനുവദിക്കില്ല എന്നും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടത്താൻ തന്നെയാണ് ലക്ഷ്യമിട്ടത് എന്നതും ഊട്ടി ഉറപ്പിക്കുന്ന സമീപനങ്ങളാണ് ഗവർണറുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ലക്കിടിയിൽ മാവോയിസ്റ്റ് CP ജലീൽ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടിട്ട് 4 വർഷം. 2019 മാർച്ച് 6 രാത്രിയായിരുന്നു ലക്കിടിയിലെ സ്വകാര്യ റിസോർട്ട് വളപ്പിൽ വെടിവയ്പുണ്ടായത്. സംഭവത്തിൽ ഇതുവരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. 2019 മാർച്ച് 6 രാത്രിയിൽ CP ജലീലും സംഘവും വൈത്തിരി ഉപവൻ റിസോർട്ടിലെത്തിയ വിവരമറിഞ്ഞാണ് തണ്ടർബോൾട്ട് കമാൻഡോകളും ആന്റി നക്സൽ സ്ക്വാഡ് അംഗങ്ങളും റിസോർട്ടിലെത്തിയത്. റിസോർട്ടിലെ കൃത്രിമ പാറക്കെട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമിയുടെ ഡോക്യുമെന്റേഷൻ വിദഗ്ധനെന്ന് പോലീസ് പറയുന്ന ജലീലിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഇൻക്വസ്റ്റ് നടത്തിയ ശേഷമാണ് മൃതദേഹം കാണാൻ പോലീസ് മാധ്യമപ്രവർത്തകരെ പോലും അനുവദിച്ചത്. മൃതദേഹത്തിന് സമീപം നാടൻ തോക്കും സഞ്ചിയും ചിതറിയ നിലയിൽ കറൻസിയും ഉണ്ടായിരുന്നു. ജലീലിന്റെ തലയ്ക്ക് പിന്നിലും തോളിലുമാണ് വെടിയേറ്റത്. മാവോയിസ്റ്റുകൾ നിറയൊഴിച്ചപ്പോൾ ആത്മരക്ഷാർത്ഥം നടത്തിയ പ്രത്യാക്രമണത്തിൽ ജലീൽ മരിച്ചുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ ജലീലിന്റെ കൈവശമുണ്ടായിരുന്നതായി പോലീസ് പറയുന്ന തോക്കിൽ നിന്ന് നിറയൊഴിഞ്ഞിട്ടില്ലെന്ന് ഫോറൻസിക് പരിശോധനയിൽ പിന്നീട് തെളിഞ്ഞു. ഈ വിഷയത്തിൽ നടന്ന ഏക സയന്റിഫിക് ആയിട്ടുള്ള പരിശോധനയുടെ ഫലം ഈ അന്വേഷണ ഏജൻസികളൊന്നും തന്നെ മുകളിലേക്ക് എടുത്തില്ല എന്ന് മാത്രമല്ല, അതിന് നേരെ വിരുദ്ധമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ഈ കേസിൽ നീതിയെ കശാപ്പ് ചെയ്തുകൊണ്ട് ഈ അന്വേഷണത്തെ തന്നെ അട്ടിമറിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ അന്വേഷണ ഏജൻസികൾ ചെയ്തത്. കേസിൽ കോടതി ആവശ്യപ്പെട്ട വിശദീകരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജില്ലാ കളക്ടർ ഇതുവരെ നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നീതി തേടി പ്രത്യക്ഷ സമരം ആരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് ജലീലിന്റെ കുടുംബാംഗങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും നീങ്ങുന്നത്. ന്യൂസ് 18 വയനാട്. കൊച്ചി തിരുവിതാംകൂർ ദേവസ്വം മാതൃകയിൽ മലബാർ ദേവസ്വം ഏകീകൃത ബിൽ പാസാക്കുന്നതിൽ പ്രതീക്ഷയർപ്പിച്ച ജീവനക്കാർ. ബില്ലിന്റെ അവസാനഘട്ട നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ ഹിന്ദു റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് നിയമം പൂർണ്ണമായും ഇല്ലാതാകും. 2008 VS സർക്കാരിന്റെ കാലത്താണ് മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നത്. അന്നത്തെ ദേവസ്വം മന്ത്രി G. സുധാകരന്റെ ഇടപെടലിന്റെ ഫലം 1378 ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. 4 കോടിക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള 5 സൂപ്പർ ഗ്രേഡ് ക്ഷേത്രങ്ങളും 75 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള 25 സ്പെഷ്യൽ ഗ്രേഡ് ക്ഷേത്രങ്ങളും A ഗ്രേഡ് മുതൽ D ഗ്രേഡ് വരെ ബാക്കി ക്ഷേത്രങ്ങളുമാണുള്ളത്. B മുതൽ D വരെയുള്ള മിക്ക ക്ഷേത്രങ്ങളും പ്രവർത്തിക്കുന്നത് സർക്കാർ ഗ്രാന്റ് കൊണ്ടാണ്. A ഗ്രേഡിൽ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും മാസങ്ങളായി വേതനം നിലച്ചിരിക്കുകയാണ്. കൊച്ചി തിരുവിതാംകൂർ ദേവസ്വം മാതൃകയിൽ നിയമം പരിഷ്കരിക്കുന്നതോടെ ജീവനക്കാരുടെ ശമ്പളത്തിന് ഏകീകരണമുണ്ടാവും. ഏകീകൃത ഫണ്ട് നിലവിൽ വരികയും ആ ഫണ്ട് വരുന്നതോടുകൂടി ജീവനക്കാരുടെ ശമ്പളം ലഭിക്കുന്നതിനാവശ്യമായ സംവിധാനം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ബില്ല് നടപ്പിലാക്കാൻ വേണ്ട സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതേസമയം ഏകീകൃത മലബാർ ദേവസ്വം നിയമത്തിനെതിരെ പാരമ്പര്യ ട്രസ്റ്റികൾ രംഗത്തുണ്ട്. ക്ഷേത്രങ്ങളുടെയും സ്വത്തുവകകളുടെയും അവകാശം മലബാർ ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാകുന്നതോടെ ട്രസ്റ്റികളുടെ അധികാരം നഷ്ടമാകും. ഇതാണ് എതിർപ്പിന് കാരണം. സാമൂതിരി പറശ്ശിനിമടപ്പുര ട്രസ്റ്റികളാണ് ഏകീകൃത ബില്ലിനെതിരെ രംഗത്തുള്ളത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. S. വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറം അങ്ങാടിപ്പുറത്ത് മാമാങ്ക സ്മാരകമായ ചാവേർ തറയുടെ സംരക്ഷണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചു. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് തടസ്സം. നിർമ്മാണം തുടങ്ങി 2 വർഷം പിന്നിടുമ്പോഴും പകുതി പണി പോലും പൂർത്തിയായിട്ടില്ല. മാമാങ്കത്തിൽ പങ്കെടുക്കാൻ വള്ളുവക്കോനാതിരിയുടെ ചാവേർ പടയാളികൾ തിരുമാന്തകുന്ന് ഭഗവതിയെ വണങ്ങി ചാവേർ തറയിൽ നിന്നുമാണ് പുറപ്പെട്ടിരുന്നത് എന്നാണ് ചരിത്രം. ഈ തറ പുതുക്കി പണിത് സ്മാരകമാക്കി നിലനിർത്തുവാൻ 2021 ആലോചനകൾ തുടങ്ങിയത്. 1.5 കോടി ചെലവിൽ 8 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട പദ്ധതി 2 വർഷങ്ങൾക്കിപ്പുറം ഇങ്ങനെയാണ് കിടക്കുന്നത്. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലാണ് നിർമ്മാണ ചുമതല. ചാവേർ തറയുടെ പ്രൗഢിയും പഴമയും നിലനിർത്തിയുള്ള നിർമ്മാണം, ചുവർ ചിത്രങ്ങൾ, ശില്പങ്ങൾ, ഗോപുരങ്ങൾ, ഇരിപ്പിടങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇവിടെ വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ പൂർത്തിയായ പണിയുടെ തുക ലഭിക്കാത്തതുകൊണ്ട് നിർമ്മാണം സ്തംഭിച്ചു. ഇപ്പോഴത്തെ ഗോപുരം മാറ്റിക്കൊണ്ട് സൈഡ് റോഡിനൊരു ഗോപുരം പണി അതും പകുതിയായി നിൽക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെൻറ് സത്വര ശ്രദ്ധ ഉണ്ടാവുക, ഒക്കെ
പൂർത്തീകരിക്കാം അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ. പണി പൂർത്തിയാക്കണം എന്നുള്ള ഒരു ശക്തമായ ആവശ്യം ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുകയാണ്. മുൻപ് തയ്യാറാക്കിയ പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നതിനാൽ ചിലവ് വീണ്ടും കൂടി. ആദ്യം സമീപത്തുള്ള റോഡ് കല്ല് പതിക്കുന്ന വിധത്തിലായിരുന്നു എസ്റ്റിമേറ്റ്. എന്നാൽ ഇപ്പോഴത് കോൺക്രീറ്റ് ചെയ്യാനാണ് ആലോചന. ചുരുക്കത്തിൽ മുൻപ് കണക്കാക്കിയ തുകയ്ക്ക് പദ്ധതി യാഥാർത്ഥ്യമാകില്ല. പുതുക്കിയ തുകയ്ക്കുള്ള അനുവാദം എന്ന് ലഭിക്കുമെന്നോ നിർമ്മാണം എന്ന് പുനരാരംഭിക്കാനാകുമെന്നോ ആർക്കും ഒരു നിശ്ചയവുമില്ല. ചരിത്രത്തെ സംരക്ഷിക്കാനുള്ള നടപടികൾ നിലവിൽ മാമാങ്ക സ്മാരകത്തെ അപമാനിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അങ്ങാടിപ്പുറത്തുനിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പാചകവാതക വില വർധനവിൽ വ്യത്യസ്ത സമരവുമായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. വിറക് വെട്ടി കപ്പ പുഴുങ്ങിയ ശേഷം വീട്ടുകാരെ ആദരിച്ചാണ് പ്രതിഷേധം നടത്തിയത്. ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാചകവാതക വില കൂടി ജനം നട്ടം തിരിയുന്നതിനിടെയാണ് വിറക് വെട്ടി കപ്പ പുഴുങ്ങി കേരള കോൺഗ്രസിന്റെ പ്രതിഷേധം. ഗ്യാസ് സിലിണ്ടർ കറുത്ത തുണി കൊണ്ട് മൂടി ചന്ദനത്തിരി കത്തിച്ചു വെച്ച ശേഷമായിരുന്നു പ്രതിഷേധം. ചടങ്ങിൽ വിറക് വെട്ടുകാരെ ആദരിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന പോലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. ഇത് അനുവദിക്കാൻ പറ്റത്തില്ല. ജനങ്ങളുടെ പ്രതിഷേധം ഇത് തുടക്കം മാത്രമാണ്. ഇത് സമരത്തിന്റെ ഒരു തീജ്വാലയായി മാറുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരള കോൺഗ്രസ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വീട്ടുമുറ്റത്തെ പ്രതിഷേധം എന്ന നിലയിലാണ് തിരുവാർപ്പിൽ പരിപാടി നടത്തിയത്. ന്യൂസ് 18 കോട്ടയം. അരിക്കൊമ്പനെ പിടികൂടാനുള്ള നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചു. ആനയെ മയക്കുവെടിവെച്ച് കോടനാട് എത്തിച്ചു കൂട്ടിലടയ്ക്കുന്നതിനാണ് വനം വകുപ്പിന്റെ നീക്കം. ഇതിനായി കൂട് നിർമ്മിക്കാനുള്ള മരങ്ങൾ മുറിക്കുന്ന ജോലികളാണ് തുടങ്ങിയത്. കൂട് നിർമ്മാണം ആരംഭിച്ചാൽ വയനാട്ടിൽ നിന്നുള്ള ദൌത്യസംഘവും ഇടുക്കിയിൽ എത്തും. ഇടുക്കിയിൽ കാട്ടാന ആക്രമണം തുടർക്കഥയാകുമ്പോഴും കാട്ടാനയെത്തുന്നുവെന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടികൾ വേഗത്തിലാക്കിയിരിക്കുന്നത്. പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് അരിക്കൊമ്പനെ ഇവിടെ നിന്നും മയക്കുവെടിവെച്ച് പിടികൂടി മാറ്റുന്നതിനാണ്. കൊമ്പനെ മയക്കുവെടിവെച്ച് കോടനാട് എത്തിക്കാനാണ് നീക്കം. ഇതിനായി കൂട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ മരങ്ങൾ മുറിക്കുന്ന ജോലികൾ തുടങ്ങി. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നും എത്തിയ സംഘം അടയാളപ്പെടുത്തിയ 128 ഗ്രാൻഡീസ് മരങ്ങളാണ് കൂടിനായി മുറിക്കുന്നത്. മരങ്ങൾ കോടനാട് എത്തിച്ച് കൂട് നിർമ്മാണം ആരംഭിക്കുന്ന മുറയ്ക്ക് ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം ഇടുക്കിയിലേക്കെത്തും. 2 ദിവസം കൊണ്ട് ഈ മരങ്ങളുടെ മുറിക്കൽ ഏകദേശം കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ കോടനാട് എത്തിച്ച് അവിടെ ആനക്കൂട് പണിയാനുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവികുളം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലാണ് മരങ്ങൾ മുറിച്ച് കോടനാട് എത്തിക്കുക. ഇവിടെ മരങ്ങൾ എത്തിച്ചതിനു ശേഷം വയനാട് സംഘത്തിന്റെ സഹായത്തോടെയാണ് കൂട് നിർമ്മിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ദൌത്യം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം ആറ്റിങ്ങൽ കരുച്ചിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. ലക്ഷങ്ങൾ വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകർ പന്നിശല്യം കാരണം കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. പന്നികളുടെ ആക്രമണത്തിൽ ഇരുചക്ര വാഹന യാത്രികർക്കും കാൽനട യാത്രക്കാർക്കും പരിക്കുപറ്റുന്നതും നിത്യസംഭവമാണ്. ആറ്റിങ്ങൽ ടൗണിനോട് ചേർന്നുള്ള പ്രദേശമാണ് കരിച്ചിയിൽ. ഇവിടെ വാഴ, മരച്ചീനി, പച്ചക്കറികൾ തുടങ്ങിയ കൃഷികൾ നടത്തി ഉപജീവനം നടത്തിവരുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. എന്നാൽ പന്നിശല്യം രൂക്ഷമായതോടെ പലരും കൃഷി ഉപേക്ഷിച്ചു. ഭൂമി പണയപ്പെടുത്തി കൃഷി ആരംഭിച്ചവർ ജപ്തി ഭീഷണിയിലാണ്. കഴിഞ്ഞ ദിവസം ടാപ്പിംഗ് തൊഴിലാളിയായ വിജയനും തെങ്ങുകയറ്റ തൊഴിലാളിയായ വിനോദിനും ഉത്സവത്തിന് പോയി മടങ്ങിയ 2 പേർക്കും പന്നിയുടെ ആക്രമണത്തിൽ പരുക്കുപറ്റിയിരുന്നു. സഹകരണ സംഘത്തിൽ നിന്നും വായ്പയെടുത്ത് വാഴകൃഷി നടത്തിയ കർഷകന് കൃഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആറ്റിങ്ങൽ പട്ടണത്തിന്റെ ഹൃദയഭാഗമായ കരിച്ചിൽ മേഖലയിൽ ഒട്ടനവധി ആൾക്കാർ കാർഷിക മേഖലയിൽ നിന്നും പിൻവാങ്ങുകയാണ് കാട്ടുപന്നിയുടെ ശല്യം മൂലം. അടുത്ത നാളുകളായി കണ്ടുവരുന്ന മറ്റൊരു പ്രതിഭാസം എന്താണെന്ന് വെച്ചാൽ ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിൽ പുറത്തിറങ്ങുന്ന ആൾക്കാരെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അധികൃതരുടെ ഗുരുതരമായ മൗനം ജനജീവിതം ഈ പ്രദേശത്ത് ദുസ്സഹമാക്കിയിട്ടുണ്ട്. ബാങ്ക് ലോൺ എടുത്താണ് പലരും കൃഷി ചെയ്തിട്ടുള്ളത്. അത് തിരിച്ചടയ്ക്കാൻ പോലും മാർഗമില്ലാത്ത നിരവധി പേർ ഇപ്പോൾ നിലവിളിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവും. ആറ്റിങ്ങൽ അയിലം റോഡ് കടന്നുപോകുന്നത് ഇതുവഴിയാണ്. റോഡിൽ രാത്രികാലങ്ങളിൽ ഇറങ്ങുന്ന പന്നിക്കൂട്ടങ്ങൾ വാഹനയാത്രക്കാർക്കും ഭീഷണിയാണ്. മാസങ്ങൾക്ക് മുൻപ് ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിൽക്കെട്ടിനുള്ളിൽ കുടുങ്ങിയ 8ഓളം പന്നികൾ അടങ്ങുന്ന കൂട്ടത്തെ നഗരസഭാ അധികൃതർ വെടിവെച്ചു കൊന്നിരുന്നു. ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ തുരത്താൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. നെല്ലിന് ഇനി മരുന്ന് പറന്നടിക്കാം. ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്നടിയുടെ പരീക്ഷണം വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കൃഷിവകുപ്പ്. മലപ്പുറം പരപ്പനങ്ങാടി ബ്ലോക്കിന് കീഴിൽ
നന്നമ്പ്ര പാടശേഖരത്തിലാണ് സുഭിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി നെൽകൃഷിക്ക് ഡ്രോൺ ഉപയോഗിച്ച് മരുന്ന് തളിച്ചത്. നെല്ലിന് മരുന്നടിക്കുക സാധാരണ നിലയിൽ ഏറെ സമയം വേണ്ട, അധ്വാനം വേണ്ട ഒരു പ്രവൃത്തിയാണ്. അത് കേവലം നിമിഷങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ ഡ്രോൺ ഉപയോഗിച്ച് സാധിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട നേട്ടം. നന്നമ്പ്ര പഞ്ചായത്തിലെ കുണ്ടൂർ പാടശേഖരത്തിലെ 125 ഏക്കർ കൃഷിയിടത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളം പ്രയോഗിച്ചത്. ഒരേക്കറിൽ വളം പ്രയോഗിക്കാൻ 7 മുതൽ 10 മിനിറ്റ് വരെ മതിയെന്നതാണ് പ്രത്യേകത. മാത്രമല്ല, വേഗത്തിൽ പൂർത്തിയാക്കാനാവുന്നതിനാൽ പ്രാണികൾ മറ്റു ഭാഗങ്ങളിലേക്ക് വരുന്നത് ഇല്ലാതാക്കാനും സഹായിക്കും. ഈ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഏക്കറിന് 3-4 മണിക്കൂർ എടുക്കുമ്പോൾ ഇതുകൊണ്ട് നമുക്ക് 7 മിനിറ്റ് കൊണ്ട് ഒരു ഏക്കർ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും. പുതിയ നീക്കം കർഷകർക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് കുണ്ടൂർ പാടശേഖര സമിതി പ്രസിഡന്റ് ടി ഇസ്മായിൽ പറയുന്നു. സാധാരണ മരുന്നടിക്കാൻ തൊഴിലാളികളെ അന്വേഷിച്ച് കണ്ടെത്തണം. മാത്രമല്ല, കൂടുതൽ തൊഴിലാളികളെയും വേണം. ഡ്രോൺ ആകുമ്പോൾ ക്ഷണനേരം കൊണ്ട് ജോലി കഴിയും. ഈ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതിനു മുന്നേ കേട്ടിട്ടേ ഉള്ളായിരുന്നു, ഇപ്പം ഞങ്ങൾ കണ്ട് അനുഭവിച്ചറിയുന്നു. എല്ലാ കാര്യങ്ങളിലും വിജയമാണ്. കാർഷിക മേഖലയിലെ പുതിയ സംവിധാനങ്ങളെ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കുണ്ടൂർ പാടശേഖരത്തിൽ ഡ്രോൺ മരുന്നടി നടത്തിയത്. നന്നമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് PK റഹിയാനത്താണ് പുതിയ പരീക്ഷണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ന്യൂസ് 18 മലപ്പുറം. ശാരീരിക പരിമിതികളെ തന്റെ സർഗശേഷി കൊണ്ട് മറികടക്കുന്ന ഒരു യുവാവിനെ പരിചയപ്പെടാം. കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത ബാലു തന്റെ ചിത്രങ്ങളിലൂടെയാണ് ആശയ സംവേദനം നടത്തുന്നത്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ PG ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് ബാലു. കേൾവിക്കും സംസാരശേഷിക്കും ജന്മനാ ഉള്ള കുറവ് ബാലുവിന്റെ സർഗശേഷിക്ക് ഒരു പരിമിതിയേ അല്ല. നിഷിൽ നിന്ന് ഫൈൻ ആർട്സിൽ ബിരുദം. ഡിഗ്രി കൈവരിച്ചതോടെ മുംബൈയിലെ ജുവലറിയിൽ ഡിസൈനറായി. കോവിഡ് മഹാമാരി വന്നതോടെ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഫൈൻ ആർട്സിൽ തന്നെ ബിരുദാനന്തര ബിരുദം നേടാനുറച്ച് ബാലു എത്തിയത് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ. ഇവിടെ ഇന്റർവ്യൂവിന് വരുമ്പോൾ തന്നെ എനിക്ക് ബാലുവിന്റെ വർക്കുകൾ നല്ല ഓർമ്മയുണ്ട്. ബാലു വളരെ സ്കിൽഫുൾ ആയിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണ്, കലാവിദ്യാർത്ഥിയാണ്. പക്ഷേ സ്കില്ല് മാത്രമല്ല, ഒരു കലയുടെ ഒരു പഠനത്തിൻ്റെ ഒരു മുഖ്യമായിട്ടൊരു ഘടകം. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചരിത്രപരമായിട്ടും സൗന്ദര്യശാസ്ത്രപരമായിട്ടും ഉള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ ബാലുവിന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെയുള്ള ഒരു ലിമിറ്റേഷനുണ്ട്. പക്ഷെ ആ ലിമിറ്റേഷനെയൊക്കെ ബാലു ഓവർകം ചെയ്യുന്ന അവൻ്റെ വരയിലൂടെയാണ്. ആശയങ്ങൾക്കും ഭാവങ്ങൾക്കും നിറക്കൂട്ട് പകർന്ന് ക്യാൻവാസിൽ വരച്ചു. Through his works, he's trying to show trying to show that death and life, that difference between that, and still he's deaf and dumb, but still he's trying through the painting, through the colors and different kind of forms and everything. തന്റെ കണ്ണിൽ കാണുന്ന പ്രകൃതിയുടെ ചലനങ്ങൾ മാത്രമല്ല, ടാറ്റു ഡിസൈൻ ചെയ്യാനും ബാലു മിടുക്കനാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. വടക്കൻ മലബാറിലെ അനുഷ്ഠാന കലയായ തെയ്യം തെക്കൻ കേരളത്തിലും സജീവമാകുന്നു. കൊട്ടാരക്കര വെണ്ടാർ ദേവീക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് മുന്നോടിയായാണ് തെയ്യം കെട്ടിയാടിയത്. ഉത്തര കേരളത്തിലെ കാവുകളിലും ഉത്സവങ്ങളിലും മാത്രം കണ്ടിരുന്ന കലാരൂപത്തെ കൊട്ടാരക്കരയിൽ അവതരിപ്പിച്ചത് കണ്ണൂർ പരിയാരം ശശിധരനും സംഘവുമാണ്. 2 വർഷം മുൻപ് കൊട്ടാരക്കര പള്ളിക്കൽ ക്ഷേത്രത്തിൽ തെയ്യം അവതരിപ്പിച്ചതിനു ശേഷമാണ് വെണ്ടർ ദേവി ക്ഷേത്രത്തിലും തെയ്യം കെട്ടിയാടിയത്. മുത്തപ്പൻ വെള്ളാട്ടത്തിന് ശേഷമായിരുന്നു കണ്ടനാർ കേളന്റെ വെള്ളാട്ടം നടന്നത്. ചൂട്ടുകൾ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടുള്ള അഗ്നിപ്രവേശവും നടന്നു. മുത്തപ്പൻ്റെ പ്രതിരൂപമാണ് അവിടെ ഇപ്പോൾ നടക്കുന്ന മുത്തപ്പൻ വെള്ളാട്ടം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ മുത്തപ്പനെ ഇവിടെ വിളിച്ചു വരുത്തി ചെയ്യുന്നു. നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മുടെ സങ്കടങ്ങളൊക്കെ മുത്തപ്പനോട് പറഞ്ഞാൽ മുത്തപ്പൻ കേൾക്കും. അതിന് മുത്തപ്പൻ പരിഹാരം ഉണ്ടാക്കി തരുമെന്നാണ് തെയ്യത്തിൻ്റെ വിശ്വാസം. തോറ്റം, വെള്ളാട്ടം തെയ്യം എന്നിങ്ങനെ 3 ഭാഗങ്ങളോടെയാണ് വയനാട്ട് കുലവൻ കെട്ടിയാടിയത്. അനുഗ്രഹം തേടിയെത്തിയ ഭക്തർക്ക് കൗങ്ങിൻ പൂവ് പ്രസാദമായും നൽകി. ഞങ്ങൾ കുത്തിയോട്ടം കൊണ്ടുവന്നപ്പോൾ ഓരോ വർഷവും ഓരോരുത്തരും മത്സരമായിരുന്നു. അതേപോലെ ഇനി അടുത്ത വർഷങ്ങളിലും ഇതേപോലെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവരികയും ഈ നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം. പുതുതലമുറയ്ക്ക് തെയ്യത്തെ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര. സ്വന്തം ചിത്രങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച് ചലച്ചിത്ര സംവിധായകൻ ആർ സുകുമാരൻ. സൃഷ്ടികൾ ജനങ്ങളിലേക്ക് എത്തണമെന്ന ആഗ്രഹമാണ് ഇതിന് പിന്നിലെന്ന് ആർ സുകുമാരൻ ന്യൂസ് 18നോട് പറഞ്ഞു. പാദമുദ്ര, രാജശില്പി, യുഗപുരുഷൻ എന്നീ സിനിമകൾ കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ സംവിധായകനാണ് സുകുമാരൻ. തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദിന്റെ റിപ്പോർട്ട്. 3 സിനിമകൾ കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ചലച്ചിത്രകാരൻ ആർ സുകുമാരൻ. ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഒരുപാട് പേർക്കറിയാം. പക്ഷേ ചിത്രകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം കൈവരിച്ച മികവുകൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ, അതിനെക്കുറിച്ച് ഒരുപക്ഷെ ഒരുപാട് പേർ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ മേഖലയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സാർ നമസ്കാരം. ഞാൻ സൂചിപ്പിച്ചതിൽ 3 സിനിമകൾ, അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാദമുദ്ര, രാജശില്പി, യുഗപുരുഷൻ, 3 സിനിമകൾ. 2 മോഹൻലാൽ, 1 മമ്മൂട്ടി. ഈ 3 സിനിമകളും ഒരു കാലത്തും പ്രേക്ഷകർ മറക്കാത്ത കാര്യമാണ്. നമുക്ക് സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് ഇന്നത്തെ ഈ അഭിമുഖം അങ്ങയുടെ ചിത്രങ്ങളെക്കുറിച്ചാണ്. അങ്ങ് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുകയും അതിനൊരു വിപണി സാധ്യതയുണ്ട്. പലപ്പോഴും അങ്ങ് അത് കച്ചവടം നടത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വാർദ്ധക്യമാണ്, ചികിത്സയുടെ ആവശ്യമുണ്ട്. ഈ ചിത്രങ്ങൾ ഇപ്പോൾ അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതെ, കാരണം ഇനി വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല. ബഹുജനങ്ങൾ എൻ്റെ സൃഷ്ടി കാണണം, അത് വിലയിരുത്തണം, അങ്ങനെ എന്നെയും അറിയണം. ഈ സമൂഹത്തെ മുഴുവനും ഈ പടത്തിൽ ഞാൻ ആവാഹിച്ചിട്ടുണ്ട്. അതെല്ലാം അവർ അറിയണം എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങ് പേട്ടയിലാണ് ദീർഘകാലമായി താമസിക്കുന്നത്, തിരുവനന്തപുരത്ത്. അപ്പോൾ ഇവിടെയുള്ള താമസത്തിനിടയിൽ തന്നെയാണോ ഈ ചിത്രങ്ങളൊക്കെ വരച്ചത്? അല്ല, ഞാൻ കൂടുതൽ ചിത്രങ്ങളും വരച്ചത് എൻ്റെ നാട്ടിൽ മേടയിൽ രാമനുണ്ണിത്താൻ്റെ സാന്നിധ്യത്തിലാണ്. ഈ രാജശില്പിയിലേക്ക് ചില സീനുകൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും കൂട്ടത്തിൽ കണ്ടു. ഇത് സിനിമയ്ക്ക് മുമ്പ് വരച്ചതാണോ? മുമ്പ് വരച്ചത് ആണ്. ഇതൊക്കെ ഞാനൊരു ചിത്രകാരനാണ്. ഒരു സിനിമയ്ക്ക് എങ്ങനെ ആണ് അതിൻ്റെ ആക്ടേഴ്സ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. ആ ഓരോ ഷോട്ടും ആ അന്തരീക്ഷം വെച്ച് ഞാൻ വരച്ചു. സാർ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പാദമുദ്രയുടെ ഒരു ചിത്രമാണ്. അത് പരസ്യ ചിത്രം. ആ സമയത്ത് സിനിമയ്ക്ക് വേണ്ടി സിനിമ ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ സാർ വരച്ചതാണ്. ഇത് വരച്ചിട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു ഈ ആർട്ടിസ്റ്റുകൾക്കും? ഇത് അയച്ചിട്ട് ഞാൻ അതിൻ്റെ ബാക്കിലുണ്ട്, ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ പേരൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഇൻവിറ്റേഷനായിട്ട് അയച്ചു കൊടുത്തതാണ്. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അത് അറിയാതെ വരുന്നതാണ്. അങ്ങനെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയാൽ പൊളിഞ്ഞു പോകും. നമ്മൾ അവരെ വെച്ച് വർക്ക് ചെയ്യുന്ന, പക്ഷെ ആ ആത്മാർത്ഥത നമ്മളിലുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങയുടെ ചിത്രങ്ങൾ അതിങ്ങനെ ഒരു വിപണിയിലേക്ക് വരികയാണ്. വലിയ മൂല്യത്തോടുകൂടി അത് ആളുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അങ്ങേക്കും ആ ചിത്രങ്ങൾ കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സാഹചര്യം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുന്നു. നിങ്ങളുടെ ഈ ആശയം ആഗ്രഹമൊക്കെ സാഫല്യമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അരുൺ പാലോടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.